ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് മുളകൊക്കെ തിരുമ്മി വെച്ചതാണ്. അതിനുവേണ്ടി 4 സവോള, 2 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ സവാള അരിഞ്ഞതും പച്ചമുളകും ഒന്ന് അതിലിട്ട് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എല്ലാം ചെറുതായിട്ട് ചുമന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റാം. ചെറുതായിട്ട് ചുമന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കാം. അതും അതിലിട്ട് നന്നായിട്ടൊന്ന് 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ, കാരണം തേങ്ങ വറുക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം എണ്ണയിലിട്ട് ഒന്ന് വഴറ്റണം. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. മസാലകളൊക്കെ തേങ്ങ വറുക്കുമ്പോൾ അതിൽ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് 1 മിനിറ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഐസായിട്ടിരിക്കുന്ന ചിക്കനാണ്. ഞാനിത് മുളകൊക്കെ തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതൊന്ന് ചൂടായിട്ട് എല്ലാം ഒന്ന് വിട്ട് വരാനുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാകാൻ ചെറിയ സിമ്മിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് ചൂടായി വേർപെട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക. മസാലയൊക്കെ പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ സമയം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ചീനച്ചട്ടിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 പട്ട, 3 കരയാമ്പ്, 2 ഏലക്ക, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. എല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആദ്യം തീ കൂട്ടി വെച്ച് അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വറുക്കുക. വെള്ളം വറ്റിയതിന് ശേഷം സിമ്മിൽ വെച്ച് വറുത്തെടുക്കുക. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് വറുക്കാവുന്നതാണ്. ഇതൊന്ന് ചുമന്ന് വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ചുമന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് അതിലിട്ട് ചൂടാക്കുക. ചെറിയ തീയിൽ വെച്ച് വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നല്ലൊരു മല്ലിപ്പൊടീൻ്റെ ഒക്കെ മണം വരും. അപ്പോൾ അത് ഓഫാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ബൗളിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇറച്ചി വെന്തോന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് എടുത്ത് നോക്കുകയാണ്. വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. വീണ്ടും മൂടി വെച്ച് വേവിക്കാം. വീണ്ടും ഒരു 6-7 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിന് വേഗമായിട്ടുണ്ട്. ഇനി അരച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അത് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി തീയിലിട്ട് ഒന്ന് ചെറുതായിട്ട്
തിളപ്പിക്കുക. എണ്ണയൊക്കെ മേലെ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് ആ തേങ്ങ വറുത്തതിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് അതിലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച ചിക്കൻ കറിയാണ്. ഇങ്ങനെ വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വെക്കാൻ മറക്കരുത്. താങ്ക് യു.